ആരാണ് ഒന്ന് റെക്കമെൻഡ് ചെയ്താണ് കയറുന്നത്, ആരാണൊന്ന് കൈ പിടിച്ച് കയറ്റിയത്? നേരത്തെ നമ്മൾ ഈ 3 പേര് തുടങ്ങിയിട്ടാണ്, അങ്ങനെയല്ല തുടങ്ങണത്. നമ്മുടെ അയൽവക്കത്തു നിന്നും സ്കൂളിൽ പഠിച്ച അങ്ങനെയാണ് 3 പേരായിട്ട് ഞങ്ങൾ തുടങ്ങിയത്. അത് ഈ പറഞ്ഞോട്ട് അവിടെ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് അമ്പലങ്ങളിലൊക്കെ ഞങ്ങൾ തന്നെ ചോദിച്ചിട്ട് മാട്ട മാട്ട എന്ന് പറയുമ്പോൾ പൈസ കിട്ടുന്ന മാട്ടയല്ല അതുമല്ല അത്. അങ്ങനെ ചെയ്തിട്ട് പിന്നെ പ്രൊഫഷണൽ ട്രൂപ്പിൽ ആവാതിരുന്നപ്പോഴാണ് എനിക്ക് വിഷമമൊക്കെ വന്നത്. പലയിടത്തും എനിക്കറിയാം അവിടെ കോമഡി അല്ല ആവശ്യം. അങ്ങനെ പത്രത്തിൽ എഴുതുമല്ലോ, അന്ന് പത്രത്തിൽ ഇങ്ങനെ കലാഭവനിൽ ഇന്ന് ഒരു വേക്കൻസി ഉണ്ട് ഹരിശ്രീയിൽ, ഓസ്കാറിൽ. അപ്പോൾ ഓസ്കാറിലൊരു പരസ്യം കണ്ടിട്ട് ഞങ്ങൾ പോയി. അന്ന് മ്യൂസിക്കാണ് ആവശ്യം. എനിക്കൊന്നും അറിയാൻ പറ്റില്ല, എന്നാലും ചിലപ്പോൾ എങ്ങനെ എടുത്താലാ എന്നും പറഞ്ഞ് ഞാനും പോയി. മ്യൂസിക് എടുക്കാൻ രാധാകൃഷ്ണൻ ചേട്ടനെ അന്ന് എടുത്ത് അവർക്ക് ആവശ്യമുള്ള ആൾ എടുത്ത്. ഞാൻ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ പോയി. അപ്പം എന്നോട് ഇങ്ങനെ അന്ന് നമ്മുടെ അൻസാൽക്ക, അന്ന് വലിയ ഡയറക്ടറല്ലേ പുള്ളി, മാറ്റി എഴുതി പറഞ്ഞ് ഇവിടെ മ്യൂസിക്കിനാണ്. എനിക്കറിയാം സാറേ, എന്നാലും ഞാൻ വന്ന് നോക്കിയാണ്. നല്ലതായിരിക്കാം, പക്ഷേ ഇവിടെ ഇപ്പോൾ വലിയ ആളുകളൊക്കെ ഉണ്ടല്ലോ കളിക്കാനായിട്ട്, എന്തെങ്കിലുമൊക്കെ നമുക്ക് ആട്ടാ എന്നൊക്കെ പറഞ്ഞ് അന്ന് ഫോൺ നമ്പറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സമാധാനിപ്പിച്ചു വിട്ട് എൻ്റെ കൂടെ വന്ന ആളെ രാഷ്ട്രീയ ചേട്ടൻ എടുക്കുകയും ചെയ്തു. എനിക്കറിയാം എന്നാലും ബിരിയാണി കിട്ടിയാല എന്ന് കരുതി പോയാണ്.